കേരളം കാത്തിരുന്ന വിധി, ഏറെ ചർച്ച ചെയ്ത വിധി. നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധി വന്നിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ IFFK വേദിയിലാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടനവധി പേരാണ് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാനെത്തിയത്. ഈ വിധിയിൽ അവരുടെ അഭിപ്രായം നമുക്കൊന്ന് തേടാം. ഈ നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നിരിക്കുകയാണ്. 20 വർഷമാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത്. എന്താ അഭിപ്രായം? 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം ഓൾറെഡി കോടതി വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി കുറ്റം ചെയ്തവർ ശിക്ഷപ്പെടുത്തി. സംതൃപ്തനാണ്? സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എനിക്കും പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല. ഇവർക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ ഹയർ കോർട്സിലോട്ട് പോകാം. അപ്പം ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ 6 പേർക്ക് ശിക്ഷ കിട്ടിയത് ഒരു വലിയ ഡിസിഷനാണ്. അതൊക്കെ നല്ലതല്ല കേട്ടോ. കുറ്റം ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം. അതിപ്പം നല്ലതല്ല. ആ കാര്യങ്ങളൊക്കെ എത്ര വൈകിയാലും ആ വിധിയൊക്കെ വന്നത് നല്ലതല്ലേ. അതിജീവിതയോടൊപ്പമാണ് ഞാൻ. നീതി കിട്ടിയോ എന്ന് സമൂഹത്തിനറിയാമല്ലോ. കിട്ടിയില്ല എന്ന് ഉറപ്പല്ലേ. ഇതിപ്പോൾ ഗൂഢാലോചന നടത്തിയവർ ലൈംലൈറ്റിൽ വന്നില്ല, ചെയ്തവരേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഗുണ്ടകൾ വന്നു, പക്ഷേ ഇപ്പോഴും യജമാനന്മാർ പുറത്താണ്. നിയമ സംവിധാനത്തിനകത്ത് ഗൂഢാലോചന തെളിയിക്കുക എന്നത് പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും ഈ സത്യം പുറത്തു വരണം. കാരണം അന്നേ പറ്റുകൾ ഇതൊരു കാര്യമുണ്ട്, അതിനൊരു കാരണമുണ്ടെങ്കിൽ കാരണമുണ്ടാകും. നീതി ലഭിച്ചു എന്ന് ചോദിച്ചാൽ 6 പേരെ ശിക്ഷിച്ചില്ലേ? ഇനി എന്താ നീതി കിട്ടാനുള്ളത്? തെളിവുകളില്ലാന്ന് പറയുന്നുണ്ടെങ്കിലും അതിപ്പം കറക്റ്റാന്ന് തോന്നുന്നില്ല. ഉണ്ടാവാം, പല കേസുകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം ഇതും അങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ. 8 വർഷമായി എന്നിട്ടാണ് ഇപ്പോൾ വിധി വരുന്നത്. അപ്പോൾ ഈ വിധിയാണെങ്കിൽ നമുക്ക് ആർക്കും സാറ്റിസ്ഫൈഡും അല്ല. അപ്പോൾ പിന്നെ ഇനി മുന്നോട്ട് വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉറപ്പിലാണ് ഇങ്ങനെ ഒരു നിയമവ്യവസ്ഥയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധികളല്ല ഇപ്പം ജുഡീഷ്യറി ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല, സർക്കാർ അപ്പീൽ പോകണം. ഇങ്ങനെ പലവിധ അഭിപ്രായങ്ങളാണ് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ നഗരിയിൽ നിന്ന് ഉയരുന്നത്. അഭിപ്രായമേ പറയാനില്ലെന്ന് പറഞ്ഞ പലരുമുണ്ട്. ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.